സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കുകയാണ്. എൻ്റെ പ്രാണപ്രതിഷ്ഠ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. നെഹ്റു അപ്പോൾ കത്തെഴുതി രാഷ്ട്രപതിക്ക്, ഇത് ഭാരതത്തിൻ്റെ മതേതര സങ്കല്പത്തിന് നിരക്കാത്തതാണ്, പോകരുതെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ് രാജേന്ദ്ര പ്രസാദ് മറുപടി കൊടുത്തു. എന്താണെന്നറിയോ മറുപടി? ചരിത്രമാണ്, ചരിത്രം. അല്ലാതെ ഇയാൾ രഘുവംശം പറയുന്ന പോലെയുള്ള പിപ്പലാട്ടമൊന്നുമല്ല. ചരിത്ര രേഖകളുണ്ട്, ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. പറഞ്ഞു, ഞാൻ എല്ലാ മതങ്ങളെയും മാനിക്കുന്ന ഒരാളാണ്, ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്, എനിക്ക് എല്ലാ മതങ്ങളോടും രാഷ്ട്രപതിയാണ്, പ്രസിഡൻ്റാണ്, എനിക്ക് എല്ലാ മതങ്ങളോടും സമഭാവനയാണ്. പക്ഷേ അപ്പോഴും ഞാനൊരു ഹൈന്ദവനാണ്, എനിക്കെൻ്റെ വിശ്വാസത്തിൽ മുറുകെ പിടിക്കാൻ അവകാശമുണ്ട്. ഒരു ഹിന്ദു ആണെങ്കിൽ ഹിന്ദു അവൻ്റെ അമ്പലത്തിൽ പോകരുത്, ബാക്കി എല്ലാവർക്കും പോവാം. ഔദ്യോഗികമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇഫ്താർ വിരുന്ന് തുടങ്ങിയത് ആരാ? ഇഫ്താർ വിരുന്ന് ഒരു മതത്തിൻ്റെ അല്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇഫ്താർ വിരുന്ന് തുടങ്ങിയത് ഇതേ നെഹ്റുവാണ്. ഇതേ നെഹ്റുവാണ് സോമനാഥം പുനർനിർമ്മിക്കരുത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഗാന്ധി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, സർക്കാരിൻ്റെ ഫണ്ട് എടുക്കണ്ട, ജനങ്ങളുടെ ഫണ്ട് സ്വീകരിച്ച് പുനർനിർമ്മിക്കാൻ പറഞ്ഞു. ജുനഗഡ് ഇന്ത്യയിൽ ചേരാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന വ്യവസ്ഥകളിലൊന്ന് സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കണമെന്ന്. 98% ഹിന്ദുക്കളുള്ള പ്രദേശമായിരുന്ന നാട്ടുരാജ്യമായിരുന്ന ജുനഗഡ് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വേണ്ടി പട്ടേലിനോട് ആവശ്യപ്പെട്ട വ്യവസ്ഥ സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കണമെന്നായിരുന്നു. 1947 നവംബറിൽ അവിടെ എത്തിയ പട്ടേൽ പറഞ്ഞു, ആ വാക്ക് ഞാൻ പാലിക്കുമെന്ന് പറഞ്ഞു. നെഹ്റു എന്താ പറഞ്ഞറിയുക? അതൊന്നും പാലിക്കേണ്ടത്. ജുനഗഡ് ചേർന്നില്ലേ, ജുനഗഡ് ഇന്ത്യയുടെ ഭാഗമായി, ഇനിയിപ്പോൾ ആ വാക്ക് നമ്മൾ പാലിക്കണ്ട എന്ന് പറഞ്ഞ വൃത്തികെട്ട രാഷ്ട്രീയം വെച്ചുകൊണ്ടിരുന്ന ആളാണ് നെഹ്റു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ ഈ സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിച്ചാൽ ഹിന്ദു പുനരുജ്ജീവനത്തിന് കാരണമാകും. അങ്ങനെ ഒരു സാധനം ഉണ്ടാകും. ഹിന്ദുക്കൾ പുനരുജ്ജീവനം ഉണ്ടാവരുത്, എന്ന് വെച്ചാൽ നശിച്ചു പോകണം. ഹിന്ദു സംസ്കൃതി തകർന്നു കിടക്കണം, അതിനെ റിവൈവ് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു നെഹ്റു. ഈ നെഹ്റുവിൻ്റെ രാഷ്ട്രീയമായിരിക്കും രഘുവംശം ഉയർത്തിപ്പിടിക്കുന്നത്. അതായത് ഹിന്ദു പുനരുജ്ജീവനം ഉണ്ടാവും. ഹിന്ദു മതം, അബ്ജോദ് വർഗീസ് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലിരിക്കുന്ന കക്ഷി പറഞ്ഞതുപോലെ സാംക്രമിക രോഗമായ ഹിന്ദുക്കളെ തുടച്ചു നീക്കേണ്ടതാണ്. അതിനൊരു പുനർജീവനം കിട്ടുന്ന, വീണ്ടും ജീവൻ കിട്ടുന്ന ഒരു പ്രക്രിയയും നടത്താൻ പാടില്ല എന്ന് രഘുവംശം ആവർത്തിക്കുന്നു.